എറണാകുളം ജില്ലയിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയായതായി ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സവിറുള്ള. പറവൂർ, കുത്തിയതോട്, പൂവത്തശ്ശേരിയിൽ മാത്രം ആളുകൾക്ക് പുറത്തുവരാൻ കഴിയുന്നില്ല. എന്നാൽ അവർ സുരക്ഷിതരാണെന്നും ഭക്ഷണവും മരുന്നും കുടിവെള്ളവും നൽകുന്നുണ്ടെന്നും കളക്ടർ പറഞ്ഞു. പ്രളയദുരിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. ചെങ്ങന്നൂരിൽ നൂറുകണക്കിന് പേർ ഇപ്പോഴും വീടുകളിൽ ഒറ്റപ്പെട്ടു കഴിയുകയാണ്. ഇവരെ നിർബന്ധപൂർവ്വം ക്യാമ്പുകളിലെത്തിക്കാനാണ് ശ്രമം. കുട്ടനാട്ടിൽ ഏതാനും പേരെ മാത്രമേ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ളൂ. കക്കി ഡാം തുറന്നതിനാൽ പമ്പാ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തൃശൂർ ജില്ലയിലും രക്ഷാപ്രവർത്തനം തുടരുന്നു. ചാലക്കുടിയിൽ മാള കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനം. എറണാകുളം ജില്ലയിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. പറവൂർ, കുത്തിയത്തോട്ടിൽ ചുമരിടിഞ്ഞു മരിച്ച 4 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. കുട്ടനാട്ടിലെ വേഴപ്രയിലും രാമങ്കരിയിലുമായി വെള്ളക്കെട്ടിൽ 2 മൃതദേഹവും പാലക്കാട് നഗരത്തിൽ വെള്ളക്കെട്ടിൽ 1 മൃതദേഹവും കണ്ടെടുത്തു. 9,28,015 പേരാണ് സംസ്ഥാനത്ത് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. 2 ദിവസത്തിലധികം വെള്ളക്കെട്ടിന്റെ ഭാഗമായി അവിടെ താമസിക്കാതിരിക്കാൻ കഴിയുകയോ അതല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളെ തുടർന്ന് വീട്ടിൽ താമസിക്കാൻ കഴിയാതിരിക്കുകയോ ക്യാമ്പുകളിലോ അല്ല അടുത്ത ബന്ധുക്കളുടെ വീടുകളിലാവാം. ഇപ്പോൾ പോയിട്ടുള്ള ആളുകൾ എല്ലാവരും ക്യാമ്പുകളിൽ എത്തിക്കൊള്ളണമെന്നില്ല. മാറി താമസിക്കേണ്ടി വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ദുരന്തത്തിൻ്റെ ഇരകളായി മാറിയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായം അത്തരം ആളുകൾക്ക് ലഭ്യമാകുമെന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലായതോടെ എറണാകുളം, തൃശൂർ ജില്ലകളിൽ വെള്ളക്കെട്ടിലായിരുന്ന വീടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമായതിനാൽ എറണാകുളം ഷൊർണൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. നിർത്തിവച്ചിരുന്ന KSRTC ദീർഘദൂര ബസ് സർവീസുകളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കൊച്ചി നാവിക വിമാനത്താവളത്തിൽ നിന്നും യാത്രാ വിമാനങ്ങൾ സർവീസ് തുടങ്ങി. 72 യാത്രക്കാരുമായി രാവിലെ ബംഗളൂരുവിൽ നിന്നുമാണ് ആദ്യ വിമാനമെത്തിയത്. ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രളയം തകർത്ത ചെങ്ങന്നൂരിലെ രക്ഷാപ്രവർത്തനം ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാകും. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി. ഡോക്ടർമാർ ഉൾപ്പെടുന്ന കൂടുതൽ സംഘത്തെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കും. ആളുകൾ കുടുങ്ങിയ പരമാവധിയിടങ്ങളിൽ ഭക്ഷണം എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തകരുടെ തീവ്രശ്രമം തുടരുകയാണ്. 1000 ടൺ ഭക്ഷണമാണ് ഹെലികോപ്റ്റർ മാർഗം ഇന്ന് വിതരണം ചെയ്യുന്നത്. 3 സ്പീഡ് ബോട്ടുകൾ ഉൾപ്പെടെ 83 ബോട്ടുകളിലായാണ് രക്ഷാപ്രവർത്തനം. ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്ന നടപടി ഏതാണ്ട് പൂർത്തിയായി. ഇന്നലെ ഏതാണ്ട് രക്ഷാപ്രവർത്തനം മിക്കവാറുമായിട്ടുണ്ട്. പക്ഷേ ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇനി അടച്ചിട്ട വീടുകളിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് അറിയില്ല. അതിന്നിപ്പോൾ നടക്കുക. ആ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന് ഞാൻ ഇന്നിപ്പം സ്പീഡ് ബോട്ട് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അതിനകത്തോട്ട് പോകുന്നുണ്ട്. ചോപ്പറിൽ ഫുഡും പോകുന്നുണ്ട്. ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾക്കാണ് ഇനിയുള്ള തീവ്രശ്രമം. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കും. ക്യാമ്പുകളുടെ നടത്തിപ്പ് ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി. ചെങ്ങന്നൂരിൽ നിന്ന് പ്രളയജലം ഇറങ്ങിത്തുടങ്ങി. ഇനി ദുരിതകാലത്തെ നേരിടണം. പ്രളയത്തെ നേരിട്ട അതേ മനസ്സോടെ ദുരിതകാലത്തെയും അതിജീവിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ചെങ്ങന്നൂരുകാർ. ചെങ്ങന്നൂരിൽ നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18. അത്ര ബുദ്ധിമുട്ടായി പോയി. ഒരു സാധനം എടുക്കാനില്ല, കൊടുക്കാനുമില്ല, 5 പൈസ ഇല്ല. സത്യം പറയുന്നതല്ല, ഞാൻ അന്ന് പടി ഇറങ്ങിയപ്പോ 2 ഉളി ഉണ്ടായി. തൃശൂർ പുത്തൻവേലിക്കരയിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരാൾ മരിച്ചു. മാളിയേക്കൽ ലിജോ ആണ് മരിച്ചത്. ശ്രീശങ്കര കോളേജിലെ 3ാം വർഷ BTech വിദ്യാർത്ഥിയാണ്. സുവി വിശ്വനാഥ് ചേരുന്നു വിവരങ്ങളുമായി. സുവി, എങ്ങനെയാണ് അപകടമുണ്ടായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രളയക്കെടുതി ബാധിച്ച പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു യുവാവാണ് മരണമടഞ്ഞിരിക്കുന്നത്. പുത്തൻവേലിക്കരയിലെ ആണ് ഈ യുവാവ് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. പുത്തൻവേലിക്കര സ്വദേശിയായ ലിജോയാണ് മരിച്ചത്. 20 വയസ്സുണ്ടായിരുന്നു. ശ്രീശങ്കര കോളേജിൽ 3ാം വർഷ BTech വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ, അതായത് ലിജോയുടെ സുഹൃത്തുക്കളോടും മറ്റും ചോദിക്കുമ്പോൾ വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു.
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തന രംഗത്തെല്ലാം വളരെ വലിയ തോതിൽ സജീവമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ അതിദാരുണമായ വാർത്തകളാണ്, അതായത് ആശ്വാസങ്ങൾക്കിടയിലും അതിദാരുണമായ വാർത്തകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. രേണുക. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടനാടിന്റെ ഉൾനാടുകളിൽ നിന്ന് കൂടുതൽ ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. വീടുകളുടെ ടെറസുകളിലും രണ്ടാം നിലകളിലുമെല്ലാം താമസിച്ചിരുന്നവർ കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ട് നേരിട്ടതോടെയാണ് രക്ഷാപ്രവർത്തകർക്കൊപ്പം കരയിലേക്ക് നീങ്ങിയത്. ഞങ്ങൾ ആൾക്കാരെല്ലാം രക്ഷപ്പെട്ട് ആടിനെ ഞങ്ങൾ ഒരു 2 നിലയുടെ മുകളിൽ നിർത്തിയേക്കുമായിരുന്നു. അപ്പം ഞങ്ങളിത് പ്രസവിക്കാറായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാം. തീറ്റി കൊടുക്കാൻ രണ്ടാമത് പോകാനുള്ള മാർഗ്ഗമില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ രണ്ടാമത് കയറ്റിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഒരു 95% ആൾക്കാരും പോകുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം. പിന്നെ അഹങ്കാരം കൊണ്ട് കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അവർ വെള്ളം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഉണ്ടോ? ഇല്ല, വെള്ളം ഒരുമാതിരി കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു ആൾക്കാർ സുരക്ഷിതരാണ്. പാലത്തേലൊക്കെയാണ് അവർ നിൽക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, വരുന്നില്ല ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് തങ്ങിയവരെ കൂടി കരക്കെത്തിക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും കഴിയുന്നുണ്ട്. അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണോ ഒപ്പം കൂട്ടുന്നത്? ഇനിയും അങ്ങനെ വരാൻ തയ്യാറല്ലാതെ നിൽക്കുന്നവർ ഉണ്ടോ? രേണുക, തീർച്ചയായും വലിയ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ രാവിലെ മുതൽ ഇങ്ങോട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ആലപ്പുഴ പട്ടണത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഈ വെള്ളപ്പൊക്കം കെടുതി നേരിടുന്നവർ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി പട്ടണത്തിലേക്കാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. രാവിലെ മുതൽ ദേശീയ ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും ഒപ്പം വിഴിഞ്ഞത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് പോയിരുന്നു. ഇവരുടെ ബോട്ടുകളിലാണ് ഇപ്പോൾ ഓരോ തവണയും 10ഉം 20ഉം പേര് വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടം മുതൽ ഇവർ തങ്ങളുടെ വീടുകളിൽ തന്നെ തങ്ങാം എന്ന് പറഞ്ഞു ടെറസിലും രണ്ടാം നിലയിലുമൊക്കെ തങ്ങിയിരുന്നവരാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നവരുടെ പലരുടെയും ആഹാരവും കുടിവെള്ളവും എല്ലാം തീരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 4 നാൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇവരുടെ വീടുകൾക്ക് സമീപമുള്ള പള്ളി വികാരിമാരും ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുമെല്ലാം ഇവരുടെ വീടുകളിൽ പോയി കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെല്ലാം ഇങ്ങോട്ട് മടങ്ങി വരാൻ തയ്യാറായിരിക്കുന്നത്. ഇനിയും അപൂർവം ചില ആളുകൾ കൂടി, ഏതാണ്ട് 5% ആളുകൾ ഉണ്ട് ഇപ്പോഴും ഇത്തരം തുരുത്തുകളിൽ. പലരും ഈ കന്നുകാലികളെ മേയിച്ച് ഉപജീവന മാർഗം നടത്തുന്നവരും അത്തരം ജന്തുക്കളെയൊക്കെ സൂക്ഷിക്കുന്നവരുമാണ്. അവർക്ക് പെട്ടെന്ന് ഇതിനെ ഉപേക്ഷിച്ച് വരാനുള്ളൊരു വൈമനസ്യമാണ് കാട്ടുന്നത്. ഒപ്പം മോഷണമടക്കമുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന് സംശയമുള്ള ചില ആളുകളുമുണ്ട്. അത്തരക്കാരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി ജീവനാണ് കൂടുതൽ വിലയേറിയതെന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ആ മേഖലകളിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചു വരുന്നവരിൽ പോലും നല്ലൊരു ശതമാനം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ദൗത്യം തുടരുന്നു. ഇന്ന് വൈകുന്നേരം വരെ ആളുകളെ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ ഈ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുക ദുഷ്കരമാണെന്നും ഇവരെ അറിയിച്ചിട്ടുണ്ട്. രേണുക. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ നിന്നും യാത്രാ വിമാനം സർവീസ് ആരംഭിച്ചു. 70 സീറ്റുള്ള വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം ഈ മാസം 26 വരെ അടച്ചിട്ട സാഹചര്യത്തിലാണ് നാവികസേന വിമാനത്താവളം അടിയന്തരമായി തുറന്നത്. യാത്രക്കാരുമായി രാവിലെ ബംഗളൂരുവിൽ നിന്നുമാണ് ആദ്യ വിമാനം എത്തിയത്. ബംഗളൂരുവിന് പുറമെ മധുര, കോയമ്പത്തൂർ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സർവീസ്. ആഭ്യന്തര സർവീസാണ് എയർ ഇന്ത്യയുടെ അലയൻസ് എയർ എന്ന ചെറുവിമാനങ്ങൾ നടത്തുന്നത്. വിദേശത്തു നിന്ന് കൊച്ചിയിലേക്ക് വരാൻ കഴിയാതെ വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവർ നാട്ടിലേക്ക് എത്താനായതിന്റെ സന്തോഷത്തിനൊപ്പം പ്രളയക്കെടുതിയുടെ ആശങ്കയിലുമാണ്. ഒത്തിരി ഉപകാരമായി പോയി. കാരണം ഞങ്ങളുടെ മക്കളോടെ തന്നെ പെട്ടെന്ന് വരാൻ പറ്റി. വരാനിരുന്നായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ ഇത് വന്നപ്പോൾ പിന്നെ
പ്രളയ വാർത്തകളൊക്കെ അറിഞ്ഞിരുന്നു? ഓ, എല്ലാം ഞങ്ങൾ TV ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയും പകലും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടെൻഷനായിരുന്നു. ഇന്ന് 8 സർവീസുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ 4 സർവീസുകൾ എയർ ഇന്ത്യ നടത്തുന്നുണ്ട്. സ്വകാര്യ കമ്പനിയായ ഇൻഡിഗോ ഇന്ന് പരീക്ഷണ പറക്കൽ നടത്തും. നാളെ മുതൽ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നാവികസേന വിമാനത്താവളം സൈനികേതര ആവശ്യത്തിനായി പ്രവർത്തന സജ്ജമാക്കിയത്. The Cochin International Airport Limited, as all of you are aware, has been shut down for reasons beyond our control. This is not as big a facility as that, but we would like to extend all the facilities available within the Navy's air station for civil operations, so that life can slowly come back to normal for the people of Kerala. കൊച്ചിയുടെ ആദ്യകാല വിമാനത്താവളം 18 വർഷങ്ങൾക്കു ശേഷമാണ് മറ്റു വിമാനങ്ങൾക്കായി തുറക്കുന്നത്. പ്രളയജലത്താൽ തകർക്കപ്പെട്ട സംസ്ഥാനത്തിന്റെ ഗതാഗത മാർഗങ്ങൾ ഒന്നൊന്നായി പുനഃസ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വ്യോമഗതാഗതവും യാഥാർത്ഥ്യമായിരിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളം തുറക്കുന്നതുവരെ കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തുള്ള വിമാനത്താവളമായിരിക്കും ഇനി കൊച്ചിയിലേക്ക് എത്തുന്ന വ്യോമഗതാഗതം വഴിയുള്ള സഞ്ചാരികളുടെ ആശ്രയം. നാവികസേന വിമാനത്താവളത്തിൽ നിന്നുകൊണ്ട് ക്യാമറമാൻ ഷിജോ ജെയിംസിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. എറണാകുളത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചതോടെ ബസ്സുകൾ ഓടിത്തുടങ്ങി. എന്നാൽ പരവൂരിലെയും കോതമംഗലത്തെയും വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ബസ് സർവീസ് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം എറണാകുളം ഷൊർണൂർ റൂട്ടിൽ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ട് മാറിയതോടെയാണ് ബസ് സർവീസുകൾ പുനരാരംഭിച്ചത്. എന്നാൽ പറവൂർ, കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിനാൽ ഇവിടേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. വൈക്കം വഴി കോട്ടയത്തേക്കുള്ള ബസ് സർവീസുകളും പുനരാരംഭിച്ചിട്ടില്ല. വൈക്കം വഴി പോകേണ്ട കോട്ടയം ബസ്സുകൾ ആ റൂട്ടിൽ വണ്ടി ഓടുന്നില്ല. പിന്നീടുള്ളത് കോതമംഗലത്തിനപ്പുറത്തേക്ക് അടിമാലി, മൂന്നാർ, കട്ടപ്പന, കുമളി ആ ഭാഗത്തേക്കുള്ള ബസ്സുകളൊന്നും പോകുന്നില്ല. മാക്സിമം നമുക്ക് കോതമംഗലം വരെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. തീരദേശമാണെങ്കിൽ പറവൂർ വരെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു ഗതാഗത യോഗ്യമായ റോഡായിട്ടില്ല. ആലുവ പാലത്തിലൂടെയുള്ള റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചതോടെ എറണാകുളം ഷൊർണൂർ റൂട്ടിൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങി. അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കിയതോടെയാണ് ഈ റൂട്ടിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതേസമയം എറണാകുളത്ത് നിന്ന് പുറപ്പെടാനിരുന്ന ബംഗളൂരു ഇന്റർസിറ്റി, മംഗള എക്സ്പ്രസ്, മഡ്ഗാവ് എക്സ്പ്രസ്, ബനാസ്പതി സൂപ്പർഫാസ്റ്റ് എന്നീ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ആലുവ പാലത്തിലൂടെയുള്ള റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചതും എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ പുനരാരംഭിച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ വലഞ്ഞിരുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസകരമാവുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം SS ശരൺ, ന്യൂസ് 18. ദുരിതാശ്വാസ ക്യാമ്പിൽ ലക്ഷങ്ങൾ. പരിമിതമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവർക്ക് വീടൊരുങ്ങും വരെ അഭയം നൽകാം. സന്നദ്ധത അറിയിക്കുക. ഹൃദയം തുറക്കാം, വീട് തുറക്കാം. പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 7 മുതൽ 8 വരെ. ബന്ധപ്പെടേണ്ട നമ്പർ 9711311131. രക്ഷാപ്രവർത്തനത്തിനിറങ്ങാൻ സൈന്യത്തിന് അനുവാദം ലഭിക്കേണ്ടതില്ലെന്ന് കരസേന ദക്ഷിണ മേഖലാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ DR സോണി. ഓരോ പൌരനെയും രക്ഷിക്കുക സൈന്യത്തിന്റെ കടമയാണ്. കേരളത്തിലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. സർക്കാരിന്റെയും സേനയുടെയും സംയുക്തമായ രക്ഷാപ്രവർത്തനമാണ് നടന്നതെന്നും അദ്ദേഹം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. It is a very, very tough call. It has been a very, very well coordinated effort by the state government, by the central government, by the army, the navy, air force, the NDRF, everyone has pitched in. ദുരന്തം നേരിടാൻ കേരളം ഒരുമിച്ച് നിന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരേ മനസ്സോടെ നിന്നു. മത്സ്യത്തൊഴിലാളികൾ നൽകിയ സേവനം മികച്ചതാണ്. പുനരധിവാസത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ കേരളം ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചതുപോലെ പുനരധിവാസത്തിന്റെ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കണമെന്നാണ് UDFന് പറയാനുള്ളത്. പുനരധിവാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേക വകുപ്പ് രൂപീകരിച്ചുള്ള പ്രവർത്തനം നടത്തണം. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ചെയ്യാറുണ്ട്. സത്യത്തിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി പ്രത്യേക വകുപ്പ് ഉണ്ടാകേണ്ടതാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേരളത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ദുരിതാശ്വാസ ഏകോപനത്തിന് കുറെ കൂടി ശ്രദ്ധിക്കണം. സേനയിലെ വിദഗ്ധർക്ക് കൂടുതൽ സഹായം ചെയ്യാനാകുമെന്നും AK ആന്റണി പറഞ്ഞു. ഇതൊരു സംസ്ഥാനം മുഴുവൻ ഏതാണ്ട് നശത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതും ഒരു ദേശീയ ദുരന്തത്തിന് സമാനമായിട്ടുള്ള ദുരന്തം തന്നെയാണ്.
അത് പ്രധാനമന്ത്രി തുറന്ന് പ്രഖ്യാപിച്ചാൽ അതിന് പ്രയോജനം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായം മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരള എൻ്റെ ഇന്ത്യ രാജ്യത്തുള്ള ഒരു സംസ്ഥാനം നാശത്തിലേക്ക് പോയിരിക്കുന്നു, ആ സംസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥന വെച്ചാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ നല്ല മനുഷ്യരെല്ലാം ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് സഹായം കേരളത്തിലേക്ക് എത്തിക്കും. പക്ഷേ ഇതിൻ്റെ 10 മടങ്ങ് സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാകണം. സാമ്പത്തിക സഹായം മാത്രമല്ല, കേന്ദ്രത്തിലെ വകുപ്പുകളുടെ എല്ലാം സഹായം കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമാണ്. അതുപോലെ കേന്ദ്ര സൈന്യത്തിൻ്റെ, അതുപോലെ കേന്ദ്രത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഉൾപ്പെടെയുള്ള പല വകുപ്പുകളുടെയും സഹായം കുറേ മാസങ്ങളിലേക്ക്, കുറേ കാലത്തേക്ക് കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമാണ്. ജർമ്മൻ യാത്രയിൽ മന്ത്രി കെ രാജുവിനോട് വിശദീകരണം ആവശ്യപ്പെടും. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇക്കാര്യം ചർച്ച ചെയ്യും. അടുത്ത മാസം 4-ന് സംസ്ഥാന എക്സിക്യൂട്ടീവും തുടർന്ന് സംസ്ഥാന കൌൺസിലും ചേരും. പ്രളയക്കെടുതികൾക്കിടെ മന്ത്രി കെ രാജു ജർമ്മനിയിലേക്ക് പോയത് തെറ്റായെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇത്തരമൊരു സന്ദർഭത്തിൽ അദ്ദേഹം പോയത് ശരിയായില്ല എന്ന് പാർട്ടിക്ക് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തോട് അടിയന്തരമായി തിരിച്ചു വരാൻ പറഞ്ഞത്. അതനുസരിച്ച് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടതും തീരുമാനിക്കേണ്ടതുമാണ് കാര്യം. തൃശൂരിൽ മാളയ്ക്ക് സമീപം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തി. അതിരപ്പള്ളിയിലേക്കുള്ള വഴി അടഞ്ഞതോടെ ഷോളയാർ ഡാമിൽ കുടുങ്ങിയ 8 KSEB ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപം എട്ടുമുനയിൽ ബണ്ട് തകർന്ന് ഗ്രാമം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് KSEB ജീവനക്കാർ ഷോളയാർ ഡാമിന് സമീപത്തെ ഓഫീസ് കെട്ടിടത്തിൽ കുടുങ്ങിയത്. മഴ കനത്തതോടെ അതിരപ്പള്ളിയും വാൽപ്പാറയും ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും തകർന്നു. ജീവനക്കാരെ വ്യോമമാർഗം രക്ഷിക്കാൻ ഇന്നലെ ഹെലികോപ്റ്റർ എത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നടന്നില്ല. തുടർന്ന് ഇന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത്. ഇവരെ ഹെലികോപ്റ്ററിൽ തൃശൂരെത്തിച്ചു. ജില്ലയിലെ മറ്റിടങ്ങൾ പ്രളയക്കെടുതി അതിജീവിക്കുമ്പോൾ ഇരിങ്ങാലക്കുട എട്ടുമുനയിൽ കരിമാലൂർ പുഴയിൽ വീണ്ടും ബണ്ട് തകർന്നു. വീടുകൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. എട്ടുമന, പനംകുളം, ഊരകം, പടിഞ്ഞാറ്റുമുറി എന്നിവിടങ്ങളാണ് ദുരിതത്തിലായത്. ഇറിഗേഷൻ ജീവനക്കാരുടെ അനാസ്ഥയാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് ആരോപണം. ഇല്ലിക്കൽ ബണ്ട് പൊട്ടുന്നതിന് മുന്നേ ഞങ്ങൾ ഉദ്യോഗസ്ഥരെയും നേതാക്കളെയൊക്കെ അറിയിച്ചു. ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുകയോ ഒരു സഹായം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അതിൻ്റെതായിട്ട് ബണ്ട് പൊട്ടി. ഇപ്പോൾ വെള്ളം ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ വീടിൻ്റെ ഒരു നില ഫുള്ളായിട്ടും വെള്ളത്തിനടിയിലാണ്. പശുക്കൾ, മൃഗങ്ങളെല്ലാം നശിച്ചുപോയി, ഒലിച്ചുപോയി. മാളയ്ക്ക് സമീപത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളായ കുണ്ടൂർ, പുത്തൻവേലിക്കര, പുത്തൻചിറ, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ സൈന്യത്തിന്റെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വെള്ളമിറങ്ങി വീടുകളിൽ തിരിച്ചെത്തിയവർ ഭാവിയോർത്ത് പകച്ചു നിൽക്കുകയാണ്. കുറച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റി. അവരൊക്കെ ഒരു കണക്കിന് ക്യാമ്പിൽ, താണശ്ശേരി ക്യാമ്പിൽ പെട്ട്. അതിൽ 3 വീടുകൾ അവർ നിസ്സഹായരാണ്. കിഡ്നിക്ക് അസുഖമുള്ള ഒരു അശോകൻ എന്ന് പറഞ്ഞ അവൻ്റെ വീട് പോയി. അതല്ലാണ്ട് ഉണ്ണി എന്ന് പറഞ്ഞ അവൻ്റെ വീട് പോയി. ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇവിടെ എല്ലായിടത്തും വെള്ളം. ഞങ്ങളൊക്കെ വിചാരിച്ച് ഇപ്പോഴും വെള്ളം വരില്ല എന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ടിരുന്നത്. ലാസ്റ്റ് പിള്ളേരെയും ഇവരെയൊക്കെ കൂടി പുറത്തിറങ്ങി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വന്ന് വീട് തുറന്നു നോക്കി. എൻ്റെ ജീവിതകാലം ഇപ്പം 45 വയസ്സായി. ജീവിതകാലം മുഴുവനും ഉണ്ടാക്കിയതൊക്കെ പോയി. ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പ്രളയക്കെടുതിയിൽ ജില്ലയിൽ ഇന്ന് ഒരാൾ കൂടി മരിച്ചു. ആമ്പല്ലൂർ എടക്കുനി 50 വയസ്സുകാരൻ ചന്ദ്രനാണ് മരിച്ചത്. വെള്ളമിറങ്ങിയപ്പോൾ വീടുകളിലേക്ക് മടങ്ങിയെത്തിയവർ തീർത്തും നിരാശരാണ്. പ്രളയക്കെടുതിയെ അതിജീവിച്ചുവെങ്കിലും അനിശ്ചിതത്വത്തിലായ ഭാവിയോർത്ത് പകച്ചു നിൽക്കുകയാണ് ദുരിതബാധിതർ. ക്യാമറാമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് ജില്ലയിൽ വെള്ളമിറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ മാറി തുടങ്ങി. എന്നാൽ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോഴിക്കോട് നഗരത്തിലെ കല്ലുത്താൻ കടവ് കോളനി നിവാസികൾ. 89 കുടുംബങ്ങളുള്ള കോളനിയിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത സ്ഥിതിയാണ്. കാര്യമായിട്ടൊരു മോളുണ്ട്. എങ്ങനെ താമസിക്കുന്നത് അറിയില്ല. ഞാൻ വാടകയ്ക്ക് ഒരു വണ്ടി ഓടിച്ച് ജീവിക്കുന്നതാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. മഴ വന്നതോടുകൂടി മൊത്തം നശിച്ചു. ഞാനും ഭാര്യയും 3 മക്കളാണുള്ളത്. പ്രായമായിട്ടുള്ള ഒരു മകളുണ്ട്.
ട്രെയിനിൽ കൊണ്ടുപോകുന്നു. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കല്ലുത്താൻ കടവ് കോളനിയിലെ ആളുകൾ ഏറെ പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത്. നേരത്തെ തന്നെ വാർത്താമാധ്യമങ്ങളിൽ ഇവരുടെ ദുരിത ജീവിതം പുറത്തു വന്നതുമാണ്. അവർ ഇപ്പോൾ ഏറെ അനുഭവിക്കുന്ന പ്രയാസം ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ 12ഓളം കക്കൂസ് മുറികളാണ് ഉള്ളത്. ഇതിൽ 2 ഉപയോഗയോഗ്യമായിട്ടുള്ളതും. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ കക്കൂസ് മുറികൾ ഉൾപ്പെടെ പൂർണ്ണമായി നിറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. എങ്ങനെ പ്രാഥമിക കാര്യം പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ കോളനിയിലേക്ക് തിരികെ വന്ന് താമസിക്കുമെന്ന ഒരു ന്യായമായ ഒരു ചോദ്യവും ആശങ്കയുമാണ് ഇവർ അധികൃതർക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ഇവിടുത്തെ വീടുകൾ എന്ന് പറയുന്നത് മര പലകകൾ കൊണ്ട് തീർത്ത ചുമരുകളും മിഷ്ടിയക്കട്ടകൾ കൊണ്ട് തീർത്ത ചുമരുകളും കൊണ്ട് ഉള്ളതാണ്. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ തന്നെയും മുളക്കമ്പുകളിൽ പ്ലാസ്റ്റിക് പായകൾ വിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ബലക്ഷയം വന്നൊരവസ്ഥയിലാണ് ഇവിടുത്തെ വീടുകൾ ഭൂരിഭാഗവും. ഒപ്പം ഈ നടന്നു പോകുന്ന വഴി കൂടി കണ്ടുകൊണ്ട് ഈ ചെളിവെള്ളം വന്ന് നിറഞ്ഞോടുകൂടി ഇവിടുത്തെ നടപ്പാതകൾ പോലും പൂർണ്ണമായും മലിനമായിരിക്കുന്നു. തിരിച്ചു വന്നാൽ ഒരുപക്ഷെ ഏറെ ഇവരെ ആശങ്കപ്പെടുത്തുന്നത് പകർച്ചവ്യാധി ഭീഷണിയാണ്. പകർച്ചവ്യാധി പിടിപെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നതിന് പകരം ഇവരെ തീർത്തും പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി വേണമെന്നാണ് ഈ കോളനി വാസികൾ ഒക്കെയും ആവശ്യപ്പെടുന്നത്. ക്യാമ്പ് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്താ ചെയ്യാന്ന്. അങ്ങനെയാണ് ഞങ്ങളെ വീടുകളിലെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പൊ കക്കൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളത്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും തിരിച്ചു മടക്കിക്കൊണ്ടുവന്നു കഴിഞ്ഞാലും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ ഇവിടെ താമസിക്കുമെന്ന കാര്യം ഇവരെ ഏറെ ആശങ്കപ്പെടുത്തുകയാണ്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18 കോഴിക്കോട്. മത്സ്യത്തൊഴിലാളികളെ പ്രശംസിച്ച് ദേശീയ ദുരന്ത നിവാരണ സേന മേധാവി സഞ്ജയ് കുമാർ. മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനം പങ്കാളിത്ത സേവനത്തിന്റെ ഉത്തമ ഉദാഹരണം. മത്സ്യത്തൊഴിലാളികൾ ദുരന്ത നിവാരണ സേനയ്ക്ക് വഴികാട്ടിയെന്നും സംസ്ഥാന സർക്കാർ മികച്ച രീതിയിൽ ഏകോപനം നടത്തിയെന്നും സഞ്ജയ് കുമാർ ന്യൂസ് 18 പ്രതിനിധി എം ഉണ്ണികൃഷ്ണൻ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്ന NDRFന്റെ തലവൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ശ്രീ സഞ്ജയ് കുമാർ ഏത് തരത്തിലാണ് ഈ ഒരു നടപടികൾ അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതെന്ന് വിശദീകരിക്കുകയാണ്. കോർഡിനേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. സോ ഹൗ വാസ് ദി കോർഡിനേഷൻ വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്? ഈസ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് കംപ്ലീറ്റ്ലി കോപ്പറേറ്റഡ് or how is that experience? Yes, state government was able to coordinate these facilities, these works perfectly. We are in constant touch with the state government authorities. They are identified their nodal officers, and then state emergency operation centers were there. District administration also established their emergency operation centers. Control rooms were there, and officers attending to were quite responsive, and in close coordination with each other, all this task could be possible to be performed or successfully discharged. Fishermen were also actively participated in rescue operations, and they are nowadays they are completely engaged, and state government also announced a lot of support for them. So how the work of fishermen you are looking, and you are also coordinated with them? Yes, they did a fantastic job and provided human service to the people over there. Being locals, they had the strength of idea of the terrain and the water conditions over there. These people worked in tandem with us. They are acting as guides also, and wherever needed, we provided them with all those equipments, etc., in carrying out their works efficiently. Indeed, they came to rescue of so many people because they had boats. They knew the local conditions over there. They knew the paths. They knew the locality, etc., and the likely disaster that could be over there. So with their strength, we worked in tandem with each other, and we provided these services successfully to the people. Okay. ഏതായാലും കേരളത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നും നൽകും. NDRFന് വളരെ മികച്ച രീതിയിൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പ്രാദേശിക ജനതയുടെ സഹകരണത്തോടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് NDRFന്റെ തലവൻ വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ KP ധനേഷിനും PG പ്രബോധനുമൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. പ്രളയക്കെടുതിയിലെ രക്ഷാപ്രവർത്തനം ഇന്ന് പൂർത്തിയാകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ചെങ്ങന്നൂരിൽ സ്ഥിതി പൂർണ്ണമായും സാധാരണ നിലയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാണ്ടനാട് മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കും. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഏകോപനം മികച്ച നിലയിലാണെന്നും DGP പറഞ്ഞു. ചെങ്ങന്നൂർ മേഖലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ഹെലികോപ്റ്ററിൽ പുറപ്പെടും മുൻപ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു DGP.
അപ്പോൾ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി 100% നോർമലായിട്ടില്ല. കുറച്ച് പാണ്ടനാടിലെ കുറേ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ സപ്പോർട്ട് ഓൾസോ ഈസ് റിക്വയർഡ് എന്നാണ് പറഞ്ഞു. SP അപ്പോൾ പറഞ്ഞു ഹെലികോപ്റ്റർ അവിടെ പോകുന്നുണ്ടോ. ആക്ച്വലി ഇഫ് ദർ ഇസ് എ ഏരിയൽ ഇവാക്വേഷൻ റിക്വയർഡ് ഇറ്റ് വിൽ ബി ഡൺ. പക്ഷേ ഏരിയൽ ഇവാക്വേഷന് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം ചെയ്യില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇപ്പോൾ കുറച്ചുകൂടി സ്റ്റാബിലിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി നാച്ചുറൽ. ഒരാൾ വീട് വിട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ഫാക്ടറാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന നെല്ലിയാമ്പതി മേഖലയിലേക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ദ്രുതകർമ്മസേനയുടെയും വിവിധ സർക്കാർ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഭക്ഷണം എത്തിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. നെല്ലിയാമ്പതിയിലേക്ക് റോഡ് ഗതാഗതം ഇപ്പോഴും സാധ്യമാകാത്ത സാഹചര്യത്തിൽ ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളും മരുന്നുകളും എത്തിക്കുക എന്നതാണ് പ്രധാന ദൗത്യമായി എടുക്കുന്നത്. മറ്റൊന്ന് വൈദ്യസഹായം ഉറപ്പുവരുത്തുക. നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ പാലം, ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള മരം വെച്ചുകൊണ്ടുള്ള താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ജില്ലാ ഫയർ സേഫ്റ്റി ഓഫീസർ നമ്മളോടൊപ്പം ചേരുന്നു. സർ, എത്രത്തോളം ദുഷ്കരമാണ് ഇനി അങ്ങോട്ട് ഗതാഗതം നിരന്തരം ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഉരുൾപൊട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ചെയ്യുന്ന കുറേ ആൾക്കാർ നടന്നു വരാൻ പറ്റുന്ന വഴിയിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ബാക്കിയുള്ള വഴിയിലേക്ക് നമ്മൾ ഫുഡ് എത്തിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെ നടന്നു പോകാൻ വേണ്ടി പാലം ഉണ്ടാക്കുന്നുണ്ട്. കൃത്യമായിട്ട് വേറെ ഒരു പാലം കൂടെ നമ്മൾ 2 പാലം ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിൽ കൂടെ ആദ്യം ഫുഡ് മെറ്റീരിയൽസ് കൊടുത്ത് നെല്ലിയാമ്പതിയിൽ എത്തിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ജീവനക്കാരോട് നിന്ന് ആൾക്കാരെ കയറ്റി വിടുന്നു. പുതിയ പാലങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഉരുൾപൊട്ടലിൻ്റെ സ്ഥലത്ത് കുറച്ച് JCB വെച്ച് റോഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ പാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കുറേയൊക്കെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതിപ്പോൾ ഉണ്ടാവും. ഇതുപോലെ ഏറ്റവും പ്രതീക്ഷയുള്ള പാലം പോയത് ഈ ഒരു സ്ഥലത്താണ്. എവിടെയാണ് മൊത്തത്തിൽ റോഡ് പൊളിഞ്ഞ് മൊത്തത്തിൽ ബ്രേക്കായി കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ടൊരു പാലം ഉണ്ടാക്കി അതുപോലെ ഫുഡ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് വീട്ടിലെത്തിക്കാനുള്ള ആൾക്കാരെ കൊടുത്തു. ഓരോ കൈ ട്രാൻസ്പോർട്ട് ടീമുകളെല്ലാവരും ചേർത്ത് കൈ കൊടുത്താണ് ഫുള്ള്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചത് വലിയൊരു ദൗത്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഒരു ദൗത്യം എത്രയും പെട്ടെന്ന് എവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ അതോടൊപ്പം തന്നെ മരുന്നും സഹായവും വൈദ്യസഹായവും എല്ലാം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് നെല്ലിയാമ്പതിയിൽ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചീഫ് ജസ്റ്റിസ് അടക്കം സുപ്രീംകോടതിയിലെ 25 ജഡ്ജിമാരും സംഭാവന നൽകും. 25,000 രൂപ വീതമാണ് സംഭാവന നൽകുക. കേരളത്തിലെ സാഹചര്യങ്ങളിൽ ആശങ്കയുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും രാജ്യസഭയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് അറിയിച്ചു. വെള്ളമിറങ്ങിയതോടെ ആലുവയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. പ്രളയജലം തകർത്തെറിഞ്ഞ ജീവിതം തിരികെ പിടിക്കാനുള്ള പ്രതീക്ഷയിലാണ് ഇവരുടെ മടക്കയാത്ര. ആലുവ UC കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പാണിത്. ആദ്യ ദിവസങ്ങളിൽ 10,000-ലേറെ പേരുണ്ടായിരുന്ന ക്യാമ്പിൽ ഇപ്പോൾ 3,000-ഓളം പേർ മാത്രം. പലരും വീടുകളിലേക്ക് മടങ്ങി. ഞാൻ ഒരുപാട് 40-45 ക്യാമ്പുകളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ക്യാമ്പ് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഇവിടെ വന്നപ്പോൾ. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഇവിടുന്ന് പോയി കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകൾ തന്നെ ഒരുപാട് പേര് ഇവിടെയുണ്ട്. വെള്ളമിറങ്ങിയതിന്റെ ആശ്വാസമുണ്ടെങ്കിലും പ്രളയജലം തകർത്ത വീടുകളുടെ അവസ്ഥയോർക്കുമ്പോൾ നെഞ്ചിടിപ്പേറും. മുട്ടോളം ചെളി, ചത്തുപൊങ്ങി ഒഴുകി നടക്കുന്ന വീട്ടുമൃഗങ്ങൾ, പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത. ദുരിതക്കാഴ്ചകളാണ് വെള്ളപ്പൊക്ക മേഖലയിലുള്ളവർ നേരിടുന്നത്. വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ നൽകിയാണ് ആരോഗ്യ പ്രവർത്തകർ ഇവരെ ക്യാമ്പുകളിൽ നിന്നും തിരികെ അയക്കുന്നത്. ന്യൂസ് 18 ആലുവ. എറണാകുളം പറവൂരിൽ വെള്ളമിറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ വീടുകൾ വാസയോഗ്യമല്ലാത്ത നിലയിലായതിനാൽ പലർക്കും വീണ്ടും ക്യാമ്പുകളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തുന്നുണ്ടെങ്കിലും അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ല എന്ന പരാതിയും ഉണ്ട്. പല പ്രദേശങ്ങളിലും വെള്ളമിറങ്ങിയതോടെ ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്കെത്തി. വെള്ളക്കെട്ടിലകപ്പെട്ട വീടുകളിൽ പഴയ അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വീണ്ടും കാത്തിരിക്കണം. ഇതോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആളുകൾ ക്യാമ്പിലേക്ക് മടങ്ങുകയാണ്. വേണ്ട സാധനങ്ങൾ എടുക്കാനോ രേഖകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനോ പലർക്കും സമയം ലഭിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി വെള്ളമുയർന്നപ്പോൾ പലർക്കും നഷ്ടമായത് ഒരു ആയുഷ്കാലത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളുമാണ്. പല്ലത്തുരുത്തിലല്ല വീട് നശിച്ച്, ഒറ്റ വീടില്ല പല്ലത്തുരുത്തില നശിക്കാത്തത്. കൊച്ചുങ്ങൾ സ്കൂളിൽ പോണതും സർട്ടിഫിക്കറ്റോടും എല്ലാം നശിച്ചുപോയി. TV എല്ലാ സാധനങ്ങളും പോയി.
ഇതെല്ലാം അലമാരികൾ വീണ് കിടക്കുകയാണ്. ആ വാതിൽ തുറന്നാൽ എല്ലാം ഒഴുകിപ്പോവുകയും ചെയ്ത്. ഗ്യാസും കുറ്റിയുണ്ട്, ബാക്കി ഒരുവിധം എല്ലാ സാധനങ്ങളും ഒഴുകിപ്പോയി. അതേസമയം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് അത്യാവശ്യ സാധനങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തുന്നുണ്ടെങ്കിലും അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല. കിടക്കാനുള്ള സൗകര്യം ഇവിടെ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ചിറ്റാറ്റ സ്കൂളിൽ ഞങ്ങൾ 2 ദിവസം 3 ദിവസം അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ പിന്നെ വന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു പായ ഒരു ബെഡ്ഷീറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യനും 65 വയസ്സ് കഴിഞ്ഞ മനുഷ്യത്തെയാണ് ഞങ്ങൾ 6 ദിവസം ഞങ്ങൾ പല്ല് തേക്കാൻ ഒരു പ്രശ്നം കീറിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വലിച്ചെറിയാണ് ഞങ്ങളുടെ മുന്നിൽ. ഞങ്ങൾ അത് വാങ്ങാൻ വന്നവരൊന്നുമല്ല. വിനിത വിജി, ന്യൂസ് 18 കൊച്ചി. റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചതോടെ എറണാകുളത്തേക്ക് പച്ചക്കറി എത്തിത്തുടങ്ങി. ഇതോടെ വില കുറയുകയും ചെയ്തു. ആരെങ്കിലും വില കൂട്ടി വിൽക്കാൻ ശ്രമിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് കടയുടമകളുടെ സംഘടന അറിയിച്ചു. പച്ചക്കറി കൂടുതലായി എത്തിത്തുടങ്ങിയതോടെയാണ് അമിത വില കുറഞ്ഞത്. കരിഞ്ചന്തക്കാർക്കെതിരെ കർശന നടപടി തുടങ്ങിയതും വില കുറയാൻ കാരണമായി. ഇന്നത്തെ വില മുളക് 55, സവാള 21, വെണ്ടയ്ക്ക 48, തക്കാളി 28, പയർ 50 എന്നിങ്ങനെയാണ്. ഇന്നലെ വെണ്ടയ്ക്ക കിലോയ്ക്ക് 120-നും മുളക് 200-നുമാണ് ചിലർ വിറ്റത്. ഇവർക്കെതിരെ എറണാകുളം മാർക്കറ്റ് സ്റ്റാൾ ഓണേഴ്സ് അസോസിയേഷൻ നടപടി ആരംഭിച്ചു. ഒരു മുൻകരുതൽ എന്നോണം ഞങ്ങളുടെ മെമ്പർമാരെ അവരെല്ലാം ഞങ്ങളെല്ലാ വിധത്തിലുള്ള ഈ കാലവർഷത്തിൻ്റെ കെടുതികളും എല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജനങ്ങൾക്കും സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുക. അപ്രതീക്ഷിതമായ പ്രളയം ഓണവിപണിയുടെ പ്രതീക്ഷകളെയും തകർത്തു. എന്നാലിപ്പോൾ പൂർണ്ണമായും ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പമാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇത്രയും ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വന്നിട്ടില്ല. എല്ലാം മൊത്തത്തിൽ നമ്മൾ എല്ലാവരുടെയും വിഷമത്തിൽ നമ്മളും പങ്കുചേരുന്ന വെച്ചാൽ മൊത്ത വ്യാപാര വിലയിൽ കുറവ് വന്നതോടെ പച്ചക്കറിയുടെ ചില്ലറ വിൽപ്പന വിലയിലും ഇനി കുറവുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. കുമരകം മുതൽ വൈക്കം വരെയുള്ള കോട്ടയത്തിന് പടിഞ്ഞാറൻ മേഖല ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. വെള്ളമിറങ്ങാൻ കാലതാമസമുണ്ടാകുന്നത് ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. പല മേഖലകളിലേക്കും ഗതാഗതം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. വലിയ അപകടകരമായ സാഹചര്യമില്ല, പക്ഷേ വെള്ളക്കെട്ട് ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. പതിവ് പോലെ പതുക്കെ മാത്രമേ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും വെള്ളം താഴുന്നുള്ളൂ. കുമരകം, ഐമനം, തിരുവാർപ്പ്, തലയോലപ്പറമ്പ്, വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവ വെള്ളക്കെട്ടിലാണ്. ഇവിടങ്ങളിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ഇല്ല അങ്ങോട്ട് പോണില്ല, വീടെല്ലാം വെള്ളത്തിനടിയില്ല. ജില്ലയിൽ 429 ക്യാമ്പുകളിലായി 1,09,877 പേർ കഴിയുന്നുണ്ട്. കുട്ടനാട്ടിൽ നിന്ന് 30,000 പേരെ കോട്ടയം ജില്ലാ ഭരണകൂടമാണ് രക്ഷിച്ചത്. ഇതിൽ 6,000 പേർ ചങ്ങനാശ്ശേരിയിലെ വിവിധ ക്യാമ്പുകളിലുണ്ട്. വിലവിവര പട്ടിക പ്രസിദ്ധീകരിക്കാത്ത കടകൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയുണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. പല കടയിലും സാധനം കുറഞ്ഞിട്ടുണ്ട്. സാധനം കുറഞ്ഞപ്പോൾ അത് മുതലെടുക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലാണ് അത് ശ്രദ്ധയിൽ വന്നത്. നമ്മളവിടെ നടപടി എടുത്തിട്ടുണ്ട്. ഇന്നലെ സ്ക്വാഡ് പോയി പല കടകളുടെയും ലൈസൻസ് റദ്ദ് ചെയ്യുകയും ബാക്കിയുള്ളവർക്കിടെ നടപടിയുണ്ട്. ഇന്ന് മുതൽ നമ്മളാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ടീം പോയിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവർ ഫോം പൂരിപ്പിച്ച് നൽകണമെന്നതടക്കമുള്ള നിരവധി തെറ്റായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ആലപ്പുഴ ജില്ലയിൽ 2,77,706 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. അപകട മേഖലയിൽ നിന്നും പൂർണ്ണമായി ജനങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുകയാണ്. ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. ലോൺ എടുത്തിട്ടുണ്ട്, വായ്പ എടുത്തിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. പശുവിനെയൊക്കെ നഷ്ടപ്പെട്ട ആൾ വീട്ടിൽ നിർത്തിച്ചും പോകുന്നവർ ഞങ്ങൾ പട്ടിയും ആടിനെയും പൂച്ചയും എല്ലാം ഞങ്ങളൊരു വള്ളത്തെ കയറ്റി ഞങ്ങളെ വള്ളത്തെ ഞങ്ങളുടെ ഇതുങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ വരത്തുള്ളൂ, ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അവരെ കൊണ്ടുവന്ന് തിണ്ണെ കെട്ടിയിട്ടുണ്ട്. അതിൽ കൊണ്ട കെട്ടി ഇവിടുന്ന് പറഞ്ഞ് ആ ഗ്രൗണ്ടിൽ കൊണ്ട് കെട്ടാൻ പറഞ്ഞതിന് ഒന്നിനെ ആരോ അഴിച്ചോണ്ട് പോയി അവിടെ കൊണ്ടുപോയി. അതിജീവനത്തിന്റെ പാതയിലാണ് കുട്ടനാട്. രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുമ്പോഴും പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്താത്തവരും കുട്ടനാട്ടിലുണ്ട്. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് പേരാണ് എഞ്ചിനീയറിംഗ് കോളേജിലും തലവടി സ്കൂളിലുമൊക്കെ ഇപ്പോഴുമുള്ളത്. പ്രളയബാധിതരായി ക്യാമ്പുകളിലുള്ളവർക്ക് മാത്രമല്ല, ബന്ധുവീടുകളിൽ താമസിക്കുന്നവർക്കും ഇന്നു മുതൽ ആരംഭിക്കുന്ന രജിസ്ട്രേഷനിൽ പങ്കെടുക്കാമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. ക്യാമ്പിൽ താമസിക്കുന്നവർ മാത്രമല്ല, വീട്ടിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ സൗകര്യമില്ലാത്തവർ തൊട്ടടുത്തൊരു സ്ഥാപനത്തിൽ താമസിക്കുന്നു,
അങ്ങനെയുള്ളവർക്കും ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യാം. ക്യാമ്പിൽ താമസിക്കണമെന്ന് ശഠിക്കുന്നില്ല. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ജലം ഒഴുകിയെത്തുന്നതിനാൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുകയാണ്. വേമ്പനാട്ട് കായലിന്റെ തീരത്തുള്ള മുഹമ്മ, മണ്ണഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആലപ്പുഴ നഗരങ്ങളിലെ ചുങ്കം തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനാവസ്ഥയാണ്. തണ്ണീർമുക്കം ബണ്ടിന്റെ മൺചിറ നികത്താത്തതും തോട്ടപ്പള്ളി സ്പിൽവേയിൽ ട്രെഡ്ജിംഗ് നടത്താതിരുന്നതും നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് ക്യാമ്പുകൾ തന്നെ മാറ്റേണ്ട സാഹചര്യമുണ്ട്. പ്രളയം വലിയ ഭീതി സൃഷ്ടിച്ച ചെങ്ങന്നൂരിൽ 132 ക്യാമ്പുകളിലായി 68,232 ആളുകളാണുള്ളത്. ചങ്ങനാശ്ശേരിയിലും ലക്ഷക്കണക്കിന് കുട്ടനാട്ടുകാർ എത്തിയിട്ടുണ്ട്. പ്രളയക്കെടുതിയിൽ അകപ്പെട്ട വളർത്തുമൃഗങ്ങൾക്കായുള്ള രക്ഷാദൌത്യം ഇപ്പോഴും തുടരുകയാണ്. ഹോളി ഫാമിലി സ്കൂളിലുള്ളവർക്ക് ഇത് 3ാമത്തെ ക്യാമ്പാണ്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും അവർ ക്യാമ്പുകളിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് വെള്ളപ്പൊക്കം അവരെ വീണ്ടും പലായനം ചെയ്യുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പി കെ പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മഴ കുറഞ്ഞതോടെ അച്ചൻകോവിലാറിന്റെ കൈവഴികളിൽ ജലനിരപ്പ് കുറഞ്ഞത് ജനങ്ങൾക്ക് അല്പം ആശ്വാസം പകരുന്നു. പാണ്ടനാട്ടെ 4 വാർഡുകൾ ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലാണ്. വെള്ളപ്പൊക്ക ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട പാണ്ടനാട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഏതാണ്ട് 5 ദിവസത്തോളം മത്സ്യബന്ധന ബോട്ടുകളുടെ സഹായത്തോടെ ഉൾപ്പെടെയായിരുന്നു ഇവിടുത്തെ രക്ഷാപ്രവർത്തനം. ഇവിടെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ടുകൾക്ക്, വലിയ ബോട്ടുകൾക്ക് ഇവിടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. മത്സ്യബന്ധന ബോട്ടുകളെല്ലാം തന്നെ തിരികെ കൊണ്ടുപോയി. തിരുവനന്തപുരം നീണ്ടകര ഭാഗത്തു നിന്നായിരുന്നു ഇവിടെ നിന്ന് 22ഓളം വലിയ ബോട്ടുകൾ എത്തിച്ചിരുന്നത്. ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഉള്ളിലുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്പീഡ് ബോട്ടുകളോ ചെറുവള്ളങ്ങളോ ഇവിടേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് വള്ളങ്ങളുണ്ട്. 4 വാർഡുകൾ, പാണ്ടനാട് പഞ്ചായത്തിലെ 4 വാർഡുകൾ ഇപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ പ്രദേശത്താണ് ഉള്ളത്. അവരുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യവും ഇപ്പോൾ ഇല്ല. കൂടുതൽ ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കാഷ്വാലിറ്റി സംബന്ധിച്ച് പൂർണ്ണമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും വെള്ളം മാറുന്നതിനനുസരിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. ചേട്ടാ, ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പോൾ പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒറ്റ വീടില്ലാതെ കംപ്ലീറ്റ് വീടും വെള്ളത്തിലാണ്. പാണ്ടനാട് പഞ്ചായത്തിൻ്റെ 4 വാർഡ് ഈ പമ്പയാറിൻ്റെ അക്കരെയാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഭയങ്കര ഒഴുക്കാണ്. ബോട്ടുകളൊക്കെ പോയിട്ട് തള്ളിപ്പോവുക. അതൊക്കെ പിന്നെ ഇപ്പം ചെറുവള്ളങ്ങളിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ആൾക്കാരെ ശേഖരിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. മൊബൈലിൽ ഒന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. പിന്നെ ഇവിടുന്ന് തന്നെ ആണെങ്കിൽ വള്ളങ്ങൾ ഒഴുക്കിൽപ്പെട്ട് 2 ബോട്ട് മറിഞ്ഞു. ഇപ്പോൾ കാണാം, പൊതുവെ കാണാം, 2 വള്ളം പൊട്ടിക്കിടക്കുന്നു. പിന്നെ ഇവിടെ വയനാട് പഞ്ചായത്തിലെ ഇടവഴികളാണ്. ആ വഴികളിലൊന്നും ബോട്ട് പോകാതെ കൊച്ചു വള്ളങ്ങളിൽ പോയി ആൾക്കാരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ വള്ളത്തിലോട്ട് കേന്ദ്രീകരിച്ച് കയറ്റിക്കൊണ്ട് പോരുന്നത്. ഈ പരമാവധി ആൾക്കാരെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ നല്ല സഹായങ്ങളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ സംഘടനകളൊക്കെ നല്ല സഹായം ഉണ്ടായിരുന്നു. അവർ ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തുനിന്നും അവരൊക്കെ വന്ന് ആവശ്യം പോലെ ആൾക്കാർ ബോട്ടോടെ ഇറക്കി. ബോട്ടോടെ വന്ന് ആ ബോട്ടിലാണ്. വെള്ളം കുറയുന്നുണ്ട്. നമുക്കൊരു പിന്നെ ആശങ്ക മാറുന്നുണ്ടോ? വെള്ളം ഒഴിയുന്നുണ്ട്. വെള്ളം ഒഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ പല വീട്, പിന്നെ ഇവിടെ മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഇനി ഞങ്ങൾക്ക് ശിക്ഷാവും കൂടെ വെള്ളം താണെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെ വീടുകളുള്ള ബോഡികളൊക്കെ കിടക്കുമെന്ന് അറിയത്തുള്ളൂ. അത് വെള്ളം താണെങ്കിലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിട്ട് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വീടുകളിലൊന്നും ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു 4 ദിവസം കൂടി സ്ഥിതി പോയെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ആ സ്ഥിതിയിലേക്ക് വെള്ളം ഇപ്പോഴും കിടക്കുക. ഞങ്ങളൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ട കൂട്ടത്തിലുള്ളവരാണ്. നമുക്ക് ഈ കാണുന്ന വീടുകൾ, നമ്മൾക്ക് പാണ്ടനായിട്ട് പരമാവധി വരാൻ കഴിയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന വീടുകളാണ്. ഇവിടെയൊക്കെ ഏതാണ്ട് ജനലിന്റെ ആ അളവിൽ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങുന്നുണ്ട്. ആ നാട്ടുകാർ പറയുന്നത് പോലെ വേഗത്തിൽ വെള്ളം ഇറങ്ങി പോകാനുള്ളൊരു സാഹചര്യവും ഇല്ല. ഏതായാലും വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് വീടുകളിലേക്ക് പോയി ശുചിയാക്കി വീടുകളിൽ താമസിക്കാൻ കഴിയുമെന്ന പ്രത്യാശയിലാണ്. പക്ഷേ ഈ വെള്ളക്കെട്ടിൻ്റെ അല്ലെങ്കിൽ ഈ മഴവെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ആഘാതം വലുതാണ്. വീടുകൾ ഉൾപ്പെടെ ചെളി നിറഞ്ഞിരിക്കുന്നു. സാധന സാമഗ്രികളെല്ലാം കേടുപറ്റിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു നഷ്ടം വളരെ വലുതാകുമെന്ന് തന്നെയാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വള്ളമാണ്. ഇത് ഒഴുക്കിൽ തകർന്നതാണ്. മറ്റ് വള്ളങ്ങൾ പോയി ഇതിലുള്ളവരെയും ഈ വള്ളത്തെയും ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ കാണാം, വലിയ കുത്തൊഴുക്കിൽ തകർന്ന ഒരു ചെറുവള്ളമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത്തരത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ എഞ്ചിൻ സംവിധാനങ്ങൾ തകരാറിലായി ആ ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ പിന്നീട് സുരക്ഷിതരായി കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും വീടുകളിൽ തുടരുന്നവരുണ്ട്, വരാൻ കൂട്ടാകാതെ നിൽക്കുന്നവരുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളുമുണ്ട്. ഇവരുടെയൊക്കെ കാര്യങ്ങളിലാണ് ആശങ്ക. കന്നുകാലികൾ, മറ്റ് വളർത്തുമൃഗങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയ ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകൂ.
പ്രളയത്തിൽ മുങ്ങിയ ചാലക്കുടി താലൂക്ക് ആശുപത്രി പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് ജീവനക്കാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും. മരുന്നുകൾ മാത്രം നശിപ്പിക്കപ്പെട്ടത് 3 കോടി രൂപയുടേതാണ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ER രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളിപ്പോഴുള്ളത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. മഴക്കെടുതി അല്ലെങ്കിൽ പ്രളയം വലിയ രീതിയിൽ നാശം വിതച്ച ഒരു മേഖലയാണ് ഈ ആശുപത്രി. കാരണം 1ാം നില പൂർണ്ണമായി മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴേതായാലും ആശുപത്രി കഴിഞ്ഞൊരു 5 ദിവസമായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോഴേതായാലും ആശുപത്രി പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത്. ആശുപത്രി ജീവനക്കാരുടെയും ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകരുടെ എല്ലാം നേതൃത്വത്തിൽ ആശുപത്രി എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കാരണം മുഴുവൻ ചളി മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ അല്ലെങ്കിൽ ആശുപത്രി വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള സാഹചര്യം? എത്ര ബെഡാണ്? എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന മൊത്തത്തിലുള്ള സാഹചര്യം? ഈ ആശുപത്രി കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ആശുപത്രിയായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആശുപത്രിയാണ്. 144 ബെഡാണെങ്കിൽ പോലും ഇവിടെ 200ഓളം പേഷ്യൻസിന് 200ഓളം ബെഡുകൾ പല വിഭാഗങ്ങളായിട്ടുണ്ട്. ഡയാലിസിസ്, പിന്നെ ഫിസിയോതെറാപ്പി, CT സ്കാൻ, ലാബർ റൂം എല്ലാം കൂടി ഒരു 200ഓളം ബെഡ് നമുക്കുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൂടി 200ഓളം ബെഡുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് 1ാം നില മുഴുവനായിട്ടും മുങ്ങിപ്പോവുകയും OP സെക്ഷൻ കംപ്ലീറ്റ് ഡിവാസ്റ്റേറ്റ് ചെയ്തു. ശരിക്കും ഒരു പ്രളയത്തിൽ എന്തെല്ലാം നടക്കാൻ പറ്റുന്നോ അതെല്ലാം ഇവിടെ നമുക്ക് OPയിലും ഓഫീസിലും നടന്നു കഴിഞ്ഞിരിക്കും. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ 3 ദിവസം 4 ദിവസമായി അടഞ്ഞു കിടക്കുന്ന ഒരു ആശുപത്രി എത്രയും പെട്ടെന്ന് ഇനിയാണ് രോഗങ്ങളും കൂടാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ളൊരു പ്രവർത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ നമുക്ക് ആശുപത്രി തുടർന്ന് പ്രവർത്തിക്കാനുള്ളൊരു പ്രവർത്തനത്തിലാണ് എല്ലാവരും.